എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഫേഷ്യൽ വീഡിയോ ആണ്. നോർമലി നമ്മൾ ചെയ്യുന്ന പോലത്തെ DIY ഫേഷ്യൽ അല്ല കേട്ടോ. ഇത് ഹിമാലയന്റെ നീം ഫേഷ്യൽ കിറ്റ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഫേഷ്യൽ ആണ്. നല്ല എഫക്റ്റീവ് ആണ് കേട്ടോ. പെട്ടെന്ന് എല്ലാവർക്കും ഒന്നും DIY ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് ഇങ്ങനെ കാത്തിരിക്കാനുള്ള ക്ഷമയൊന്നും ഉണ്ടാവില്ല. ചിലർക്ക് മടിയായിരിക്കും എല്ലാം ഇങ്ങനെ കലക്കി പിടിച്ചിട്ടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഉള്ള ഒരു എന്താ പറയാ ഒരു പരിഹാരമാണ്, ഒരു ബെസ്റ്റ് സൊല്യൂഷൻ ആണ് ഈ ഒരു ഫേഷ്യൽ കിറ്റ് എന്ന് പറയുന്നത്. ഹിമാലയ പറയുന്ന ബ്രാൻഡിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. ഹെർബൽ ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് എല്ലാം റിലീസ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്. എല്ലാവർക്കും ഒരുപാട് വിശ്വാസമുള്ള ഒരു ബ്രാൻഡാണ്. എല്ലാവരുടെയും വിശ്വാസം പിടിച്ചു പറ്റിയ എത്രയോ വർഷങ്ങളായിട്ടുള്ള ഒരു ബ്രാൻഡാണ്. ഞാനും തന്നെ ഹിമാലയന്റെ ഫേസ് വാഷ് ഒക്കെ എത്രയോ വർഷങ്ങളായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതുവരെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും എന്റെ മുഖത്തിന് ഹിമാലയന്റെ പ്രോഡക്ട്സ് ഉപയോഗിച്ചുകൊണ്ട് ഇതുവരെ വന്നിട്ടില്ല. ടച്ച് വുഡ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ബ്രാൻഡിന്റെ ഈ ഒരു ഫേഷ്യൽ കിറ്റ് സജസ്റ്റ് ചെയ്യുന്നതും. പിന്നെ ഇത് കുറച്ചും കൂടി ഉപകാരപ്പെടുക നമ്മളെ ടീനേജേഴ്സിനാണ്. ആ ഒരു പ്രായത്തിൽ ഒരുപാട് കുരുകളും ആക്നെ സ്കാർ, ആക്റ്റീവ് പിമ്പിൾസ്, ഇതിന്റെ ഒരു ഘോഷയാത്രയായിരിക്കും ആ ഒരു ഏജ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വിഷമം പിടിച്ചിരിക്കുന്നവർക്ക് ഈ ഒരു ഫേഷ്യൽ നന്നായിട്ട് ബെനിഫിറ്റ് ആയിരിക്കും. കാര്യം ഇത് നന്നായിട്ട് നിങ്ങൾ ആ പിമ്പിൾസിന്റെ മാർക്കും ഒക്കെ കുറയാൻ വേണ്ടി സഹായിക്കും. പിന്നെ പിമ്പിൾ വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് അധികമായിട്ടുള്ള എണ്ണമയമാണ് മുഖത്ത്. അപ്പൊ അത് നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതിപ്പോ നീമിന്റെ എന്ത് പ്രോഡക്റ്റ് ആയാലും മുഖത്ത് അധികമായിട്ടുള്ള എണ്ണമയം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ ഈ ഫേസ് പാക്ക് ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ്. നമ്മളൊരു 15 മിനിറ്റ് വെച്ചാൽ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഗ്ലോ ഫേസിന് കിട്ടും. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഞാൻ ഇൻട്രോ വല്ലാണ്ട് അങ്ങോട്ട് വലിച്ചു നീട്ടുന്നില്ല. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഈ ഫേഷ്യൽ എങ്ങനെയാണ് ചെയ്യണമെന്ന് കണ്ടിട്ട് തിരിച്ചു വരും. ആദ്യമായിട്ട് ക്ലെൻസിങ് മിൽക്ക് ഒരു കോട്ടൺ പാഡിലാക്കിയിട്ട് മുഖം നന്നായിട്ട് തുടയ്ക്കുകയാണ് കേട്ടോ. എൻ്റെ മുഖത്ത് ഇപ്പം മേക്കപ്പ് ഒന്നുമില്ല, എന്നാലും എന്തെങ്കിലും അഴുക്കോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ പോന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആദ്യമായിട്ട് ക്ലെൻസ് ചെയ്യുന്നത്. ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റിയൊരു ക്ലെൻസിങ് മിൽക്കാണ്. പക്ഷെ ഇതിൻ്റെ മണം എനിക്ക് അത്ര ഇഷ്ടമില്ല കേട്ടോ. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ ഒരു മണമാണ്. അത് ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല, എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റും. പക്ഷെ മണം ഒരു ഭയങ്കര കെമിക്കലി ആയിട്ടുള്ളൊരു മണമാണ്. വേറെ ഒരു പ്രോഡക്റ്റിനും ആ ഒരു പ്രശ്നമില്ല കേട്ടോ മണത്തിൻ്റെ. പക്ഷേ ഈ ഒരു ക്ലെൻസിങ് മിൽക്കിന് ആ ഒരു പ്രശ്നമുണ്ട്. അപ്പം അഴുക്കൊന്നുമില്ല, എന്നാലും നന്നായിട്ട് വൃത്തിയാവാൻ വേണ്ടിയിട്ടാണ് ക്ലെൻസിങ് മിൽക്ക് കുറച്ചും കൂടി എടുത്തിട്ട് കഴുത്തും കൂടി നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ്. അടുത്തത് ഞാൻ ഹിമാലയൻ്റെ നീം ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് മുഖം നന്നായിട്ട് കഴുകാൻ പോവുകയാണ്. ഇതൊരു ഇലക്ട്രിക് ഫേഷ്യൽ ക്ലെൻസർ ആണ് കേട്ടോ. അത് ഈ കിറ്റിനകത്ത് തന്നെ വന്നതാണ്. മുമ്പ് ഞാൻ ഇനി വേറെ ഒന്നും അതിന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിനേക്കാളും ഇതിൻ്റെ ബ്രഷ് കുറച്ചും കൂടി സോഫ്റ്റ് ആയതുകൊണ്ട് ഇത് ഉപയോഗിച്ച് തുടങ്ങി. അതിനൊരു 2-3 പമ്പ് എടുത്തിട്ട് ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് വെച്ച് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താ വെച്ചാൽ നമ്മൾ കൈ വെച്ച് ചെയ്യുന്നതിനേക്കാൾ നന്നായിട്ട് ക്ലീൻ ആവും, ഒരു ഡീപ്പ് ക്ലീൻ ആവും. കൈ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇത്ര അങ്ങോട്ട് ക്ലീൻ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ. പക്ഷെ ഞാനിത് എല്ലാ ദിവസമൊന്നും ചെയ്യാറില്ല. 2 ദിവസം ഇടവിട്ട്, അതായത് ആഴ്ചയിലൊരു 4 ദിവസം അല്ലെങ്കിൽ 3 ദിവസം അങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ. പിന്നെ അത് എല്ലാ ദിവസവും അങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പം അങ്ങനെ പുറത്തൊന്നും പോകുന്നില്ലല്ലോ, അതുകൊണ്ട് മുഖത്ത് അങ്ങനെ അങ്ങോട്ട് അഴുക്കൊന്നും ആവില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ചെയ്യേണ്ട ഒരു കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇതുകൊണ്ട് ചെയ്യുമ്പോഴൊരു ഗുണം എന്താ പറയുക, പുരികത്തിൻ്റെ മേലെയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ എപ്പോഴും ഐബ്രോസ് ഒക്കെ ചെയ്യണമല്ല, ഇങ്ങനെ മേക്കപ്പ് ചെയ്യുന്ന ട്യൂട്ടോറിയൽ കാണിക്കുമ്പോഴായാലും ഒക്കെ ഐബ്രോസ് ഒക്കെ ചെയ്യുമ്പോൾ ഇത് വെച്ചിട്ടാകുമ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. നിങ്ങൾ കൈ കൊണ്ട് വാഷ് ചെയ്യുമ്പോഴും ഐബ്രോസ് ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ അവിടെ അങ്ങനെ നമ്മൾ ഐബ്രോ ചെയ്യുന്ന അതിൻ്റെ ബാക്കിയൊക്കെ കിടന്നിട്ട് പുരികം കൊഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഇതിങ്ങനെ ഊരിയെടുത്തിട്ട് കഴുകാൻ പറ്റും. മുഖം കഴുകി അത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഫേസ് നല്ല സോഫ്റ്റ് ആയത് മാതിരി തോന്നും. നന്നായിട്ട് ആ മേലുള്ള ഡെഡ് സ്കിന്നും കാര്യങ്ങളൊക്കെ ഇതുകൊണ്ട് തന്നെ പോയിട്ടുണ്ടാവും. ഇനി ഞാൻ ഇത് ഹിമാലയൻ്റെ നീം പ്യൂരിഫയിങ് സ്ക്രബാണ്. അതെടുത്തിട്ട് ഫേസ് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു സ്ക്രബ് സെൻസിറ്റീവ് സ്കിന്നുകാർക്കും പറ്റും കേട്ടോ. കാര്യം ഇതിൻ്റെ ഗ്രാനുവൽസ് അത്ര വലിയ ഗ്രാനുവൽസ് അല്ല. നമ്മൾ ആപ്രിക്കോട്ട് അതിൻ്റെയൊക്കെ ഗ്രാനുവൽസ് ആകുമ്പോൾ കുറച്ചും കൂടി ഇങ്ങനെ നല്ല വലിയ ഗ്രാനുവൽസ് മാറിയും ഇങ്ങനെ ആക്കുമ്പോൾ കുറച്ച് ഇങ്ങനെ വേദനിക്കും. വല്ലാണ്ട് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് കുറച്ച് ബുദ്ധിമുട്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ വളരെ മയമുള്ളൊരു സ്ക്രബാണിത്. വലിയ ഗ്രാനുവൽസ് അല്ല, വളരെ തരിതരിയാണ്, വളരെ ചെറുതാണ്. അതുകൊണ്ട് നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല.
പിന്നെ സ്ക്രബ് ചെയ്യുമ്പോഴും എപ്പോഴും വല്ലാതെ അങ്ങോട്ട് ഉരച്ച് ചെയ്യാൻ പാടില്ല കേട്ടോ. ഇതിപ്പോൾ ഞാനത് സ്പീഡിൽ ഇട്ടതിനെ കൊണ്ട് എഡിറ്റ് ചെയ്തതിനെ കൊണ്ട് അങ്ങനെ തോന്നുന്നതാണ്. കുറച്ച് സോഫ്റ്റ് ആയിട്ട് തന്നെ ചെയ്ത് കൊടുക്കണം. പിന്നെ സ്ക്രബ് എല്ലാ ദിവസവും ചെയ്യാൻ പാടില്ല, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ചിലർ ചോദിക്കുന്നുണ്ട് സ്ക്രബ് എന്നും ഇട്ടാൽ കുഴപ്പമുണ്ടോയെന്ന്. സ്ക്രബ് എന്നും ഇടാൻ പാടില്ല കേട്ടോ. അതേപോലെ തന്നെ ഫേസ് വാഷ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ഒപ്പി കൊടുക്കുകയാണ്. ഇങ്ങനെ ഉരച്ച് തുടയ്ക്കരുത്. നമ്മൾ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പം സ്കിന്ന് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഉരച്ച് തുടയ്ക്കുന്നത് നല്ലതല്ല, സ്കിന്ന് ഡാമേജ് ആവും, പെട്ടെന്ന് സാഗായി പോവും. ഇത് ടോണറാണ്. ഈ ടോണർ വെച്ചിട്ട് ഞാൻ നന്നായിട്ട് ഫേസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഒരു കോട്ടൺ പാഡ് കൊണ്ട്. ടോണർ എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ സ്കിന്നിൻ്റെ pH ലെവൽ ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടോണർ ഉപയോഗിക്കുന്നത്. പല തരത്തിലുള്ള ടോണേഴ്സ് ഉണ്ട്. ഇതെല്ലാ സ്കിൻ ടൈപ്പിനും പറ്റിയ ടോണറാണ് ഇപ്പോൾ ഇതിൻ്റെ ഹിമാലയൻ്റെ കൂടെ വരുന്നത്. അതല്ലാണ്ട് നിങ്ങൾക്ക് നിങ്ങളെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് നോക്കിയിട്ട് ടോണർ സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പ്ലമ്മിൻ്റെ ടീ ട്രീൻ്റെ ഒക്കെ ടോണർ നല്ല ടോണറാണ് കേട്ടോ. അതല്ലാതെ റോസ് വാട്ടർ ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് റോസ് വാട്ടർ നിങ്ങൾ സ്പ്രേ ചെയ്താലും അതും ഒരു ടോണറാണ്. അവസാനമായിട്ട് ഇതാണ് നമ്മളെ ഫേസ് പാക്ക്, നീമിൻ്റെ. ഈ ഫേസ് പാക്ക് എനിക്ക് നല്ല ഇഷ്ടമാണ്. കാര്യം എന്താ വെച്ചാൽ ഭയങ്കര നല്ല സ്മെല്ലാണ് ഫസ്റ്റ്, പിന്നെ ഭയങ്കര ലൈറ്റാണ്. നമ്മൾ ഇടുമ്പോൾ സ്കിന്നിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ട് അനുഭവിച്ചു. ചില ഫേസ് പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാണ്ട് അങ്ങോട്ട് വലിഞ്ഞ് ഡ്രൈ ആകുമ്പോഴത്തേക്കും വല്ലാത്തൊരു അവസ്ഥയായിരിക്കും. പക്ഷേ ഇത് അങ്ങനെയല്ല. ഡ്രൈ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഡ്രൈ ആവും ചെയ്യും. ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഡ്രൈ ആയി കിട്ടുകയും ചെയ്യും. അത് ഇൻസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു ഗ്ലോ നമുക്ക് കാണാം. ഞാനിത് വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവട്ടെ ഞാൻ എന്താ പറയുന്നതെന്ന്. പിന്നെ ഭയങ്കര ലൈറ്റാണ്. നമ്മൾ ഫേസിൽ ഇട്ടിട്ട് ഇനിയിപ്പോൾ ഒരു അരമണിക്കൂർ ഇരുന്നാലും നമുക്ക് വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടില്ല. പെട്ടെന്ന് എന്താ പറയുക, പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും. വലിച്ചിലില്ല, വല്ലാണ്ട് സ്കിന്ന് വല്ലാണ്ട് അങ്ങ് ഡ്രൈ ആവുകയില്ല. നല്ലൊരു ഫേസ് പാക്കാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകുമ്പം ഈ ഒരു ഫേസ് പാക്ക് ഒരു 15 മിനിറ്റ് ഇട്ട് വാഷ് ചെയ്ത് കളഞ്ഞാലും സ്കിന്നിന് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലോ, അതങ്ങനെ എന്തെങ്കിലും ടയേർഡൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് മാറി സ്കിന്ന് നന്നായിട്ട് ഇതാവാൻ സഹായിക്കും. അപ്പോൾ അത് അപ്ലൈ ചെയ്ത് കൊടുത്തു. ഞാനൊരു 15 മിനിറ്റ് മാക്സിമം വെച്ചിട്ടുണ്ട്, അത്രയുള്ളൂ. എൻ്റെ മോനിങ്ങനെ ഫേസ് പാക്ക് ഇട്ട് തൊട്ട് നോക്കാൻ വലിയ ഇഷ്ടമാണ് കേട്ടോ. അതേപോലെ ഞാൻ മാസ്ക് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അവനാണ് അത് റിമൂവ് ചെയ്യാൻ വേണ്ടി വരിക. റിമൂവ് ചെയ്യുന്നതിന് മുന്നേ ഇതേപോലെ വെള്ളം ഇങ്ങനെ പാറ്റ് ചെയ്ത് കൊടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ വെള്ളം വെച്ച് പെട്ടെന്ന് കഴുകുന്നതിനേക്കാളും ഇങ്ങനെ ഒന്ന് ലൂസാക്കി കൊടുത്താൽ പെട്ടെന്ന് നിങ്ങൾക്ക് വാഷ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ നല്ലതാണ്, ജസ്റ്റ് ഒന്ന് സ്കിന്നിനെ മസാജ് ചെയ്ത് കൊടുക്കല്ലേ. വാഷ് ചെയ്തു. അത് കാണുന്നില്ലേ, ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്ലോ കാണുന്നില്ലേ? നന്നായിട്ട് ഫേസ് നല്ല ക്ലിയർ ആയിട്ട് നല്ലൊരു ഗ്ലോ കിട്ടും ഫേസിന്. ജസ്റ്റ് ഇതും തുടച്ച് കൊടുക്കുകയാണ്. ഇത് ചെയ്ത് കഴിയുമ്പോൾ ഫേസ് കുറച്ചൊരു ഡ്രൈ ആയ പോലെ തോന്നും കേട്ടോ. വല്ലാണ്ടൊന്നുമില്ല, അപ്പം അങ്ങനെ വലിച്ചിലൊന്നും ഉണ്ടാവില്ല, പക്ഷെ എന്നാലും കുറച്ചൊരു ഡ്രൈ ആയ പോലെ ഉണ്ടാവും. അപ്പോൾ രാത്രിയാണ് ഞാനിത് ചെയ്തത്, അതുകൊണ്ട് ഞാനൊരു നൈറ്റ് ക്രീം ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ നിങ്ങൾ ഏതാണോ ഉപയോഗിക്കുന്നത് അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ, നമ്മൾ പരിപാടി കഴിഞ്ഞു. ഞാൻ അപ്ലൈ ചെയ്ത മോയ്സ്ചറൈസറിൻ്റെ റിവ്യൂ ചാനലിലുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ വീഡിയോ കണ്ടല്ലോ. അപ്പൊ ഈ ഫേഷ്യൽ കിറ്റിന്റെ ഡീറ്റെയിൽസും ലിങ്കും പ്രൈസും എല്ലാ കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ നോക്കിയിട്ട് വാങ്ങൂ. ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്ന ഒരു ഫേഷ്യലാണ്. എല്ലാവരും വാങ്ങിയിട്ട് ചെയ്തു നോക്കൂ. ഇത് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാനും കിട്ടും, ചെറിയ ട്യൂബിൽ വാങ്ങാനും കിട്ടും. അപ്പൊ നിങ്ങളെ ബഡ്ജറ്റ് എത്രയാണോ അതിനനുസരിച്ച് വാങ്ങാനും എളുപ്പമാണ്. പിന്നെ ഹിമാലയ എന്ന് പറയുന്ന അതിന്റെ ബ്രാൻഡിന്റെ എല്ലാ പ്രോഡക്ട്സും തന്നെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഈവൻ കോളേജിൽ പോകുന്ന ആൾക്കാർക്കാണെങ്കിൽ നിങ്ങളെ പോക്കറ്റ് മണി ഉപയോഗിച്ചിട്ട് വാങ്ങാൻ പറ്റിയൊരു ബ്രാൻഡാണ് ഹിമാലയന്റെ എല്ലാ പ്രോഡക്ട്സും തന്നെ. അപ്പൊ എല്ലാവരും ഈ ഫേഷ്യൽ ട്രൈ ചെയ്ത് നോക്കുക. ഇനി എന്തെങ്കിലും കൂടുതലായിട്ട് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക, ഞാൻ റിപ്ലൈ തരുന്നതാണ്. ബാക്കിയുള്ള എല്ലാ വീഡിയോസും കാണുക. ഇത് നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ കൂടെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതിനെല്ലാം ഉപരി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റ, ബൈ.